IVF ചെയ്യുമ്പോൾ വിജയസാധ്യത ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുക? IVF-ന്റെ സക്സസിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നമുക്ക് കിട്ടുന്ന എഗ്സ് അഥവാ ഊസേറ്റ്സിന്റെ ക്വാളിറ്റി. ഒരു 30 വയസ്സ് വരെ നല്ല ശതമാനം ലേഡീസിനും എഗ്ഗിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കും. 30 വയസ്സിന് ശേഷം ഈ എഗ്ഗിന്റെ ക്വാളിറ്റി കുറയും. നല്ല ശതമാനം ആൾക്കാർ IVF-നെ പറ്റി ആലോചിക്കുന്നത് അവർക്കൊരു 35-36 വയസ്സിന് ശേഷം. അപ്പോൾ ഒരു 35 വയസ്സ് വരെ ആ കുട്ടിയുടെ എഗ്ഗിന്റെ ക്വാളിറ്റി വളരെ നല്ലതായിരിക്കും, റിസൾട്ട് ഒരു പരിധിവരെ നല്ലതായിരിക്കും. ഈ 35-36 വയസ്സ് കഴിഞ്ഞാൽ എഗ്ഗിന്റെ ക്വാളിറ്റി ടക്കേന്ന് ഉണ്ടാകും. നല്ല എഗ്ഗ് കിട്ടത്തില്ല, പേഷ്യൻ്റ് ആർ റെഡി ഫോർ IVF ബിക്കോസ് ബാക്കി എല്ലാ പയറ്റി തെളിഞ്ഞു, നമുക്കൊന്നും രക്ഷയില്ല, പക്ഷേ റിസൾട്ട് മോശമാവുകയും ചെയ്യും. പിന്നെ അടുത്ത ഗ്രൂപ്പ് ഒരു 40 വയസ്സിന് ശേഷം അവർക്ക് മനസ്സിലായി എഗ്ഗ് കിട്ടത്തില്ല, അല്ലെ റിസൾട്ട് മോശമാവും, അവർ തേർഡ് പാർട്ടി റീപ്രൊഡക്ഷൻ വേറെ എഗ്ഗ് എടുക്കുക എന്നുള്ള ലോജിക്കിലോട്ട് പോകും, റിസൾട്ട് ഹൈ ചെയ്യും. IVF-ന്റെ വിജയസാധ്യത പ്രായമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യുമ്പോൾ the best age is obviously less than 30 to 35 still okay. After 35 to 40 definitely results are not very great. After 40 again increases because third party reproduction phase. നമുക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ട്, അതിന് IVF ആണ് ചികിത്സ ഡോക്ടർ പറഞ്ഞെങ്കിൽ ചുമ്മാ സമയം കളയായിരിക്കുക. earlier the better. നമുക്ക് ചിലപ്പോൾ ഒരു കുട്ടിയാണോ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ 2 പിള്ളേർ ആഗ്രഹിക്കുന്നില്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൊച്ചിന് വേണ്ടി തന്നെ 10-35 വയസ്സ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ എന്താ കാര്യം? അതുകൊണ്ട് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ആൻഡ് ട്രീറ്റ് ഫാസ്റ്റ്.